അസ്സലാമലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനലിൽ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കിഡിലൻ പൈനാപ്പിൾ ഫ്രൈ ആണ്. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്ന പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇത് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഈ പൈനാപ്പിൾ ഫുള്ളായിട്ട് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ, എന്നാലാണ് അത് തികയുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഒരു ഫുള്ള് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ തൊലി കളഞ്ഞെല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ സെൻറ്റർ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തിട്ട് നമ്മൾ സാധാ പൈനാപ്പിൾ അരിയുന്ന പോലെ തന്നെ ചെറിയ പീസല്ല, ഇങ്ങനെ സ്ലൈസായിട്ട് കുറച്ച് അധികം സ്ലൈസ് കനം കുറക്കണ്ട, കുറച്ച് കട്ടിയിൽ തന്നെ എടുക്കാട്ടൊരു മീഡിയം സൈസിലാക്കിയിട്ട് കട്ട് ചെയ്യുക. ഇപ്പോൾ ഞാനിതിവിടെ എല്ലാം ഫുൾ പൈനാപ്പിൾ ഇതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് കുറച്ച് മസാലകളാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് ശേഷം വേണ്ടത് ഒരു വലിയൊരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ മസാലയൊക്കെ ഒന്ന് മിക്സ് ആക്കുക. അതവിടെ ഞാൻ നന്നായിട്ട് ഇവിടെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ പൈനാപ്പിൾ ഇങ്ങനെ ഒരുപാട് ലൂസ് ആക്കരുത് കേട്ടോ. മസാല അതുമ്പോൾ അങ്ങനെ പറ്റി പിടിച്ചിരിക്കണം. പൈനാപ്പിളിന്മേ മസാലകൾ പറ്റി പിടിച്ചിരിക്കണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ആ ഒരു ഇതിൽ തന്നെ ആ വെളിച്ചെണ്ണയുടെ ആ ഒരു മിക്സിയിൽ തന്നെ നമ്മൾ തേക്കണം. വെള്ളം ഒന്നും ആഡ് ചെയ്യേണ്ട. ഇവിടെ ഫുൾ മസാല അതുമ്പോൾ പറ്റി പിടിച്ചിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതേപോലെ പറ്റി പിടിച്ചിരിക്കണം. അതിന് ശേഷം ഒരു വലിയൊരു ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ള് ഉപ്പും കൂടി നമുക്ക് ആഡ് ചെയ്യണം കേട്ടോ. നുള്ളുപ്പ്, ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ നുള്ളുപ്പ് ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് ഇതൊന്നുകൂടി തേച്ച് പിടിപ്പിക്കുക. ഇനി നമ്മൾ ഫ്രൈ ആക്കുന്നതിന് മുന്നേ ഒരു 10-20 മിനിറ്റ് ഇത് തേച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അത്രയും നല്ലതാണ്. നമ്മൾ ഒന്നുകൂടി സെറ്റായി കിട്ടുക. നല്ല അതുമ്മ മസാല പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. നമ്മൾ ആ വെളിച്ചെണ്ണ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ, വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട. വെള്ളമൊക്കെ വെച്ച് ആഡ് ചെയ്താൽ അതുമ്മ മസാല കറക്റ്റ് പിടിച്ചിരിക്കില്ല. ഇത് നല്ല കറക്റ്റ് പിടിച്ചിരിക്കാൻ വേണ്ടിയാണ് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മിക്സ് ചെയ്യണത്. ഇനി അതൊന്ന് സെറ്റ് ആയതിനു ശേഷം നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കണം. പാൻ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് ഓരോ പീസസ് ആക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഉള്ള എല്ലാ പീസും ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മീഡിയത്തിലിട്ടാൽ മതി, കൂട്ടി വയ്ക്കേണ്ട. മീഡിയത്തിലിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഫ്രൈ ആയിട്ട് ഒരു സൈഡ് ഇങ്ങനെ ആകുമ്പോൾ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഒരു സൈഡും ആയിട്ടുണ്ട്. അത് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതേപോലെ മെല്ലെ മീഡിയത്തിലുള്ള ഫ്ലെയിം ഇടുക, എന്നിട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഫ്ലെയിം നമ്മളെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ മസാലയൊക്കെ കരിഞ്ഞു പോവും. അപ്പോൾ ടേസ്റ്റ് ആകെ മാറും. അപ്പോൾ മീഡിയത്തിൽ തന്നെ ഇടുക. ഇപ്പോൾ നമ്മുടെ ആ സൈഡും ആയിട്ടുണ്ട്. ഇതാ ഞാൻ അങ്ങനെ പിന്നെ എടുത്ത് മാറ്റിയിട്ടാ. നമ്മുടെ പൈനാപ്പിൾ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കിടിലൻ ടേസ്റ്റാണ്. നമുക്ക് അതിന് ഇതിൻ്റെ മേലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ഇങ്ങനെ വിതറി കൊടുക്കുക കേട്ടോ. എന്നിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെയും ബിരിയാണിയുടെ അതുപോലെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നമുക്ക് സൈഡായിട്ട് കഴിക്കാം. നല്ല മസാലയൊക്കെ പറ്റി പിടിച്ചിട്ട് വേണം, നല്ല ടേസ്റ്റ് ഇരിക്കും. അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കുമ്പോൾ നല്ല ജ്യൂസിയാണ്, നല്ല മസാലയായിട്ട് നല്ല സ്പൈസി ആയിട്ട് നല്ല ഒരു പൈനാപ്പിൾ ഫ്രൈ ആണ്. അപ്പോൾ ഇതുണ്ടാക്കിയവരുണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്യാണ്. പിന്നെയും പൈനാപ്പിൾ കിട്ടുമ്പോൾ അതുപോലെ ഉണ്ടാക്കി നോക്കും. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്ര നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.